എന്റെ അമ്മേ. മുടങ്ങിയ നിശ്ചയമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, പുറത്തു. കല്യാണമായിരുന്നെങ്കിൽ ഈ മണവാളിനൊരു കൊലയാളിയായി മാറുമായിരുന്നു. എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? പ്ലാൻ ആ പെണ്ണിന്റെ കാര്യത്തിലാണോ? എന്റെ കാശിന്റെ കാര്യത്തിൽ. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കാശ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ചുപ്രഹോ കുത്ത്. ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. സംശ ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുപം കേറ് ഒരു പണ്ടാറ. ധർമ്മേന്ദ്ര ബി ഹരീന്ദ്ര, ഒരു മിനിറ്റ്. നിന്റെ ജ്യേഷ്ഠൻ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ടേക്ക് മാറി നിന്നത് രഹസ്യമാ. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ആലോചിക്കും മിസ്റ്റർ ഹരി, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമോ? വരും, പക്ഷേ ഞാൻ വിളിക്കില്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല. നീ വിളിക്കുന്നു, അവൾ വരുന്നു, നിങ്ങൾ 2 പേരും കൂടി നല്ലൊരു ഹോട്ടൽ റൂമിൽ മുറിയെടുക്കുന്നു. അവളോട് കടം ചോദിക്കാനാ? കടം ചോദിക്കാൻ ആരെങ്കിലും ഹോട്ടൽ റൂമിൽ മുറിയെടുക്കോ? സോറി, ഭക്ഷണം കഴിക്കാനല്ലേ. ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ 2 പേരും മാത്രം. ഒരു 5 മിനിറ്റ് ഇമവെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇങ്ങനെ. അതെ, നിങ്ങളിങ്ങനെ നടക്കാത്ത കാര്യത്തെ പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനങ്ങ് പോകും മുംബൈക്ക്. ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ അധോലോക രാജാക്കന്മാർക്ക് ഞാൻ വെറും 50,000 രൂപ വീശും. പിന്നെ എന്റെ 35,000 രൂപ പുഷ്പം പോലെ അവർ വാങ്ങിത്തരും. എന്റെ വണ്ടി പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. ഹലോ ഹരി, ഞാൻ ഗംഗയാ. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനാ വിളിക്കുന്നത്. ഹരി എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം. ആരാ? ഗംഗയാ. എന്താ അത്യാവശ്യ കാര്യമെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം. പ്രേമനൈരാശ്യം മുത്ത് അവള് കൂട്ടാത്മഹത്യ ചെയ്യാൻ വിളിക്കായിരിക്കും. നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്ക് കണ്ട് നിനക്ക് അങ്ങനെ ഒന്നും തോന്നിയേക്കല്ലേട്ടാ? എന്നെ അറിയിക്കാണ്ട് നീ ആത്മഹത്യ ശ്രമിച്ച കൊന്നുകളി ഞാൻ. ഈ മൊബൈൽ ഫോണും ബൈക്കിന്റെ കീയും എന്റെ കയ്യിൽ ഇരിക്കട്ടെ. ചലോ, ഒരു ധൈര്യത്തിനാ. ഈ ധാരാവി പിന്നെ അയ്യോ, എന്നെ തല്ലേ, ഞാൻ ഇന്നപ്പുറം കാട്ടുന്നില്ല സാറേ. എന്റെ മകക്ക് ചേർന്നവൻ നീ തന്നെയാണ്. നിൽക്ക്. രാഘവേന്ദ്ര സേട്ടുവിന്റെ മരുമകനാകാൻ പോകുന്ന നീ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. പരമാനന്ദം, എടോ പരമാനന്ദം, ഇവൻ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ വാങ്ങിച്ചുകൂട്. പോകുന്നത് നമ്മുടെ പുതിയ കാലത്ത് തന്നെ ആയിക്കോട്ടെ. കോളടിച്ചല്ലോ. ശ്രീകുട്ടി എന്തി ചരച്ചോണ്ടിരിക്കുന്നു? അല്ല, അവൾ അപ്പുറത്ത് മുളക് അരച്ചോണ്ടിരിക്കുക. എന്താ? അയ്യോയ്യോയ്യോ, മോൾ എന്തിനാ ഇങ്ങനെ പ്രാകൃതമായ രീതിയിൽ കഷ്ടപ്പെടുന്നത്? അങ്കിളിനോട് പറഞ്ഞിരുന്നു ഒരു ഗ്രൈൻഡർ വാങ്ങി തരില്ലായിരുന്നോ? ഒരിക്കൽ ഞാനിത് ഊരിയെടുത്തതാണ്. പിന്നീട് ആലോചിച്ചപ്പോഴായിരിക്കും മനസ്സിലായത് ഇത് മോളുടെ വിരലിൽ കിടക്കുന്നതാണ് അതിന്റെ ശരിയെന്ന്. കരുണ, എനിക്ക് വീണ്ടും വീണ്ടും വിചാരമുണ്ടായി. എന്റെ മോനെ ഇവളും തമ്മിലുള്ള കല്യാണം പറഞ്ഞതുപോലെ നടത്തണം. തന്നെ എങ്ങനെ വിശ്വസിക്കും? ഇനി ഇത് ഊരിക്കൊണ്ട് പോയില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി. വേണേ ആരും കേൾക്കാതെ 2 പുളിച്ച തെറി വിളിച്ചു. അല്ലേ മറ്റാരും കാണാതെ കർണക്കുറ്റിക്ക് 2 ചളുക്ക് വിട്ടോ. എന്നാലും ഇങ്ങനെ ചങ്കരിയുടെ വർത്താനം പറയരുത്. അയ്യോ, മുളക് മുളക്. ഓ, കുറച്ച് വെള്ളം കുഴപ്പമൊന്നുമില്ല. മുളക് വെള്ളം. അയ്യോ കരുണ, ഈ വിവാഹം പറഞ്ഞതുപോലെ നടത്തണം. അല്ലാതെ ക്ഷീണിച്ചു മനപ്രയാസം കൊണ്ടായിരിക്കും. അമ്മേ, പാപി ചെല്ലുന്നിടത്തെല്ലാം പാതാളം. ഏത് പാപ്പി? താനാ 8ന്റെ സ്പാനറിങ് എടുത്തേ? 8ന്റെ ഇല്ല, വേണമെങ്കിൽ 4ന്റെ 2 തരാം. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. അവൻ ഇവനെന്താ ലോട്ടറി അടിച്ച? ആകാൻ സാധ്യത ഇല്ലായ്മക്കുറവില്ലാതില്ല. ഏതായാലും നമുക്ക് കാശ് കിട്ടും. മിസ്റ്റർ ധർമ്മേന്ദ്ര, ആ നെറ്റ്സ് എല്ലാം എടുത്ത് ആ വിൽസ് എല്ലാം ഫിറ്റ് ചെയ്യൂ. അവനിന്ന് 35,000 രൂപ തരുമ്പോ 2,000 രൂപ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട്. 2,000 രൂപ എനിക്ക് മുതലിക്കൂല. തന്നെങ്കിൽ ഒരു 5,000 രൂപ തന്നെ.
എന്നാ ഒരു 3000 രൂപ തരാം. ദേ, പോരെ. ധർമ്മേന്ദ്ര വാക്ക് മാറ്റരുത്. ഓ ഇപ്പോഴെങ്കിലും എന്റെ പേര് കറക്റ്റ് ആയിട്ട് പിടിയിട്ടില്ല. കാശ് തരാന്ന് പറഞ്ഞ ഞാൻ തന്നെ അപ്പാന്ന് വരെ വിളിക്കും. അതിന് നിനക്ക് അപ്പനണ്ട. ഹരി, നിന്റെ കറുത്ത കാറിന്റെ നീ അടിച്ചു പിന്നിച്ചു പോണെന്ന് ഞങ്ങൾ കണ്ട്. അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നോ? അപ്പൊ നമ്മള് 3 പേരും ഒരു സ്വപ്നം കണ്ടോ? എടോ ബോംബെക്കാരെ കടിഞ്ഞു പോട്ടാ. ഇത് കാശ് തരാതിരിക്കാനുള്ള ഇവന്റെ അടവാ. ഇവൻ നമ്മളെ പറ്റിക്കാൻ നോക്കിയാ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാലോ? ഞാൻ പറ്റിക്ക, എല്ലാരും പറ്റിക്ക. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. നിൽക്ക്. അങ്ങനെ എല്ലാവരെയും പറ്റിച്ചിട്ട് ഈ വീട്ടിൽ കഴിയാന്ന് കരുതണ്ട. ഇറങ്ങണ വെളിയില്. കരുണേട്ടാ വേണ്ട. കേറി പൊടിയത്ത്. ഞാൻ കൊടുക്കാനുള്ള പൈസ എല്ലാവർക്കും കൊടുക്കും. ഒരു പാവം പെണ്ണിനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടല്ല കടം വീട്ടേണ്ടത്, പെങ്ങളെ കെട്ടിക്കേണ്ടത്. ആരെയും ചതിച്ചോ പറ്റിച്ചോ അല്ല ഈ ഒറ്റക്കൈ നിന്നെ വളർത്തി എഞ്ചിനീയർ ആക്കിയത്. കരുണേട്ടാ, ഞാൻ മിണ്ടരുത്. ഇവളുടെ കല്യാണം നടത്താൻ ഇവളുടെ സ്വന്തം ഏട്ടനായ ഞാനുണ്ട്. അതിനൊരുത്തരുടെ സഹായം ആവശ്യമില്ല. ഇറങ്ങി പോടാ അവിടുന്ന്. മോനെ ഹരി, നീ ഒറ്റക്കല്ല, ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഒപ്പമുണ്ട്. നീ ഞങ്ങക്ക് കാശ് തരാനില്ലേ? അതെണ്ണി വായിക്കാതെ എങ്ങനെയാണ് നിന്നെ ഒറ്റക്ക് വിടുക? ഹരീഷ്ണ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. നീ എങ്ങോട്ടും പോകണ്ട. ഒരാൾക്ക് കൂടി കിടക്കാനുള്ള ഇടം ആ തിണ്ണലുണ്ടടാ. വേണ്ട ഏട്ടാ. വാ, ഒന്ന് തള്ളടേ. ഇനിയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൂടെ? അതിന് പെട്രോൾ നിന്റെ തന്ത അടിക്കുവോ? കേട്ടാ, നീ ഒറ്റൊരുത്തം കാരണം ഇയാളുടെ കണ്ണിച്ചോരത്തെ തന്തക്കുളിയാ കേൾക്കേണ്ടി വന്നത്. മോനെ, മോന്റെ ചോരയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ബി പോസിറ്റീവ്. ധാരം. ഇപ്പൊ ബി പോസിറ്റീവ് കിഡ്നിക്ക് കമ്പോളത്തിൽ എന്തുണ്ടാവും മാർക്കറ്റ്? മുംബൈ ധാരാവി മാർക്കറ്റിൽ തൊണ്ടോട് കൂടിയാണെങ്കിൽ 50,000, തൊണ്ടില്ലെങ്കിൽ 75,000. ഓ, അത് മുതലാവില്ല. അപ്പൊ ഇവന്റെ 2 കിഡ്നി എടുക്കേണ്ടി വരും. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഗംഗേ, നീ വിശ്വസിക്കും പോലെ ഞാൻ നിന്റെ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? തമ്പി, കണ്ടില്ലേ, ഇയാളാണ് ആണ്ടിപ്പെട്ടി. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ആദ്യം ഇയാളുടെ കട ഞാൻ വീട്ടിലായിരുന്നു. ഇയാളെ കാണുമ്പോ എനിക്ക് ഒളിച്ചു നടക്കേണ്ട കാര്യമുണ്ടോ? டேய், நான் உன்னை தேடி இங்க வந்து நன்றி சொல்றதுக்குதா. நன்றியா? ஆமா, நீ கிளம்பா. பிசினஸ்ல நான் வந்து நிறைய ஆளுங்களை பார்த்திருக்கேன். ஆனா இவரு பெரிய ஆளு. பிசினஸ் ஃபெயில் ஆன கூட என்னோட காசுவ முதல்லும் வட்டியை சேர்த்து கரெக்டா கொடுத்துட்டேன். പണം ഞാൻ തന്നോ? എന്തൊക്കെ ഇയാള് പറയണേ? ഗംഗേ, വേണ്ട. ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയേണ്ടി വരും. ഗംഗേ, എടോ പാണ്ടി, തനിക്ക് എപ്പോഴോ പൈസ തന്നെ? என்ன தம்பி விட சொல்ற தம்பி, இதெல்லாம் ஒரு டிராமா தான். அந்த பொண்ணு முன்னாடி இந்த மாதிரி நடிச்சா நீ எனக்கு தர வேண்டிய பணம் அந்த சேட்டு இல்லையா, அந்த பொண்ணோட அப்பே அவரு தரேன்னு சொல்றேன். സേട്ടു? ஆமா. ഞാൻ മണവാളൻ. ഞാൻ ധർമ്മേന്ദ്ര. സാറ് ശത്രുവിന്റെ കടക്കാരെ സെറ്റിൽ ചെയ്യുന്നൊരു മഹാനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ഹരികൃഷ്ണൻ ഞങ്ങൾക്ക് കുറെ കാശ് തരാനുണ്ട്. സാറിന് വേണ്ടി അങ്ങയുടെ മകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞുകൊള്ളാം. വേണമെങ്കിൽ അവന് വേറെ പെണ്ണും മക്കളും മക്കളും മക്കളുടെ മക്കളും ഉണ്ടെന്ന് പറയാം. മാത്രമല്ല, അവൻ ആഗോള ആഭാസനും സാമൂഹ്യ പ്രക്ഷുബ്ധനും വിഞ്ചർ ഫുദ്രമാണെന്ന് പറയാം. അർത്ഥറിയിലേക്ക് എടുക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ കാശ് നിങ്ങളെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സാറ് ആന്റിപ്പെറ്റിക്ക് കാശ് കൊടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതെന്റെ ഇഷ്ടം. ആ ഇഷ്ടം ഞങ്ങളോടും കൂടി കാണിച്ചൂടെ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? എന്നാ വാ വീട്ട്. എവിടെ പോണു? എന്താ ഇത്? കാശ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിങ്ങളത് കാണാഞ്ഞിട്ടാ. കണ്ണു തുറന്നു നോക്ക്. കാണുന്നില്ലല്ലോ. അതല്ലടോ, അവൻ എഞ്ചിനീയറിംഗ് പാസ്സായ പയ്യനല്ലേ, കാണാനും തെറ്റില്ല. നല്ലൊരു തുക ശ്രീധരൻ തരുന്ന ഏതെങ്കിലും ഒരു പണക്കാരന്റെ മകളെ അവന് വേണ്ടി ആലോചിക്കും. എത്രയും പെട്ടെന്ന് കല്യാണവും നടത്തും. അപ്പോ സ്ത്രീധനം കിട്ടുന്ന കാശിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് എടുക്കുകയും ചെയ്യാമല്ലോ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരേ ഒരു പണക്കാരനെ പരിചയമുള്ളൂ, അത് സാറാണ്. സാറിന്റെ മകൾക്ക് വേണ്ടി അവനെ ആലോചിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. മാത്രമല്ല, അവർ തമ്മിൽ ടിങ്കോലാഫിയിലാണല്ലോ. സാർ അവിടെ ഇരിക്കി. പെണ്ണിനെ വിളിക്കൊന്നും വേണ്ട, പെണ്ണുങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സാറിനെ വരച്ചു വെച്ചിരിക്കല്ലേ. ഞാൻ എന്റെ തോക്കെടുക്കാൻ പോവാ. ഹരി, നീ ഇവിടെ വന്ന് കിടക്കാം. മഞ്ഞ് കൊണ്ടുവല്ല ഡെങ്കിപ്പനി പിടിച്ചാലോ മോനെ? ധാരാവിൽ ഇന്നാളൊരുത്തൻ. ധർമ്മേന്ദ്ര, തത്വമസി.
എഴുന്നേൽക്കട്ടെ മോനെ. നിന്റെ മുഖമെന്താ വാടിയിരിക്കുന്നത്? ഒന്നും കഴിച്ചില്ലേ? ഈ ധർമ്മേന്ദ്രട്ടം പോയി ചൂട് ചുക്ക് കാപ്പിയും പപ്പടോടെ മേടിച്ചിട്ടെ. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? മോനെ, നിന്നെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മരിച്ചുപോയ അച്ഛന്മാരെ പോലെ കരുതി ഞങ്ങൾക്ക് മാപ്പ് തരില്ലടാ. നിനക്കൊരു നല്ല കാലം വരുമ്പോ ഞങ്ങളെ മറക്കൂടാ. ഡാ, നിന്റെ സമയം തെളിഞ്ഞു. നിനക്ക് വലിയൊരു എമൗണ്ട് സിംഗിൾ പേയ്മെന്റ് കിട്ടാവുന്ന വർക്ക് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് വർക്ക്? നിന്റെ കല്യാണം. സത്യത്തിൽ നീ തരാനുള്ള 2 ലക്ഷം കാശ് സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടി ആലോചിച്ചാൽ മതി. പോത്തിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും പറഞ്ഞ പോലെ നിനക്കും കൂടി എന്തെങ്കിലും കിട്ടിക്കൊടുത്ത് കരുതി ഒരു ഫാൻസി എമൗണ്ട് സ്ത്രീധനം കിട്ടുന്ന ഒരു നല്ല സാധനത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബെഡാ പാർട്ടിയോ? എങ്കിൽ നാളെ തന്നെ എന്റെ ടാക്സിയിൽ പെണ്ണ് കാണാൻ പോവാ. പൈസ ഒന്നും തരണ്ട, വെയിറ്റിംഗ് ചാർജ്. കൊള്ളാം, നല്ല ഐഡിയ. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. പക്ഷേ ദേഷ്യം വന്ന ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ത് പറയും? ദേഷ്യം കടിച്ചവർത്തും അല്ലാതെ എന്താ ചെയ്യാ? നീ ആ സേട്ടുവിന്റെ മകളെ ഓർത്തോണ്ട് നടന്നാ നിന്റെ ജീവിത കട്ടപ്പുകടാ, കട്ടപ്പുക. ഡാ, നീ ഞങ്ങൾ പറഞ്ഞ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്കടാ. കോപ്പ് ദേ എന്റെ കാശ് എന്നിലേക്ക് മണവാളനും ധർമ്മേന്ദ്രണ്ടല്ലോ കൂടെ. ആ, ഞങ്ങൾ ഇവന് കാവലിരിക്ക. അത് നന്നായി. ഇവനിപ്പോ ശത്രുക്കൾ കൂടുതലുള്ള സമയാ. അതല്ല, ഇവ മുങ്ങാണ്ടിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന പറഞ്ഞത്. എന്തിനാ മോളെ ഇതൊക്കെ? കരുണേട്ടൻ അറിഞ്ഞ എന്താടാ കരുണേട്ടന് നിന്നോട് സ്നേഹമില്ലാന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം അങ്ങനെ. എന്നിട്ടാണോ കണ്ണി ചോലാണ്ട് ഇവനെ ഇറക്കിയിട്ടത്? അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബക്കാരാണെങ്കിൽ എന്റെ കാശിങ്ങാടാ. തരാ, ലോട്ടറി അടിക്കുമ്പോ തരാ. ഇവൻ സ്നേഹമുള്ളവനാണ്. തരാന്നെങ്കിലും പറഞ്ഞില്ലേ? ദേ ഇവൻ ശരിയല്ല. ഏട്ടൻ വീട്ടിലേക്ക് വരണം. എന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇനി ഇങ്ങനെ കഷ്ടപ്പെടണ്ട. എല്ലാവരുടെയും മുൻപിൽ ഏട്ടനെ മോശക്കാരനാക്കിയിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിന്റെ കല്യാണം ഞാൻ നടത്തും. ഒരുത്തന്റെ മുതൽ കക്കാതെയും പിടിച്ചു പറിക്കാതെയും ഞാൻ നടത്തും. അല്ലെങ്കിൽ ഈ ആങ്ങളെ മരിച്ചോന്ന് കരുതിയാൽ മതി. ആ, നിങ്ങൾ ചെല്ലേ. വാ. നീ പെങ്ങക്ക് വീണ്ടും അതിമോഹം കൊടുത്ത് നീ ആ കട എന്തെടുത്തിട്ടാ കല്യാണം നടത്തോടാ? വഴി നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്. അവന് ബുദ്ധി വെച്ച്. ധർമ്മേന്ദ്ര, നമസ്കാരം. എന്താ? പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കൊണ്ടുവന്നിട്ടുണ്ട്. ആ, വരൂ. ആയിക്കോട്ടെ. വരൂ. കല്യാണത്തെ ചെവി മനസ്സിൽ ധ്യാനിച്ചു വരൂ. ആ, വരൂ വരൂ, ഇരിക്കൂ. അമ്മം വീടാണല്ലോ. ഹരികൃഷ്ണ, നിന്റെ ഭാഗ്യം കുഠിരിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. അതൊക്കെ അവർക്ക് എന്നെ പിടിച്ചാലേ ഉള്ളൂ. പിടിക്കുമടാ, അല്ലെങ്കിൽ ഞങ്ങ പിടിപ്പിക്കും. ഇത് ഏതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ, പെണ്ണ് വികലാംഗയാണോ? എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ദേ, ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന് മാത്രം. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ? ദേ, ഇതാണ് പെണ്ണിന്റെ അമ്മ. നമസ്കാരം. ആസ് വെൽ ആസ് ഇത് ഹരി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ആ സ്ത്രീ എനിക്കറിയാം. ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. പറഞ്ഞ കുളോക്കണ്ട. നമുക്ക് നമ്മുടെ കാശ് കിട്ടണമെങ്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. ഇവൻ തന്റെ ഒട്ടപ്പറന്നൊന്നും എന്താ ഒരു സ്വകാര്യം. അമ്മയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. ഒന്ന് പോന്നേ. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ, നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടക്ക ഇവൻ തന്നെ ധാരാളാ. മോള് ചെല്ലേ. കഴിക്ക്. നമ്മള് തമ്മിൽ കഴിക്കൂ. ലിലഫി ലഡു കഴിക്കൂ. പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കൂ. എനിക്കൊന്നും സംസാരിക്കാനില്ല. നിനക്ക് പെണ്ണിനെ പിടിച്ചില്ലേ? എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ കല്യാണം. ആ പെണ്ണെന്താ കുറവ്? എനിക്ക് ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു. എന്ന് നിങ്ങൾ പോയി സംസാരിക്കേ. വൈഷുട്ടായി, ഞാൻ സംസാരിക്കൂടാ. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ബൈ ദ ബൈ, എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളെങ്കിൽ ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. സദ്യ വേണ്ട, സദ്യ വേണ്ട, സദ്യ വേണ്ട. എങ്കിൽ പിന്നെ ബിരിയാണി ഫിക്സ്. ഫിക്സ്. ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ?
ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? ആ. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആലഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. ഇനി നമുക്ക് കല്യാണ ചെലവ് കൂട്ടാം. എനിക്ക് പലിശ സഹിതം 2 ലക്ഷം ക 50,000 സ. നിന്റെ സ്ത്രീധനം മൊത്തം വരവ് 12 ലക്ഷം, ചെലവ് കഴിച്ച് 2,45,312 രൂപ ലാഭം. മാത്രമല്ല അവളൊരു പൊന്മുട്ടയിടുന്ന താറാവാണ്, ഒരിക്കലും പൊരുന്നത്തില്ല.